ഇന്ന് കുറച്ച് മാങ്ങ പറിക്കാനായിട്ട് വന്നതാണ്. നമ്മളെ കോമാവില് അതാണ് നമ്മളെ കോമാവിന്റെ മരം. അത്യാവശ്യം നല്ല മാങ്ങകളുണ്ട്. കുറേയൊക്കെ പഴുത്തിട്ടൊക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ കുറച്ച് പച്ച കിട്ടണം നമുക്ക് അച്ചാറിടാനും തുറമാങ്ങ ഉണ്ടാക്കാനൊക്കെ. രണ്ട് സൈഡ് നല്ല വെയിലാണ്. അപ്പം വെയിലുണ്ടെങ്കിൽ നമുക്ക് തുറമാങ്ങ ഉണ്ടാക്കിയൊക്കെ ചെത്തിയിടാനൊക്കെ പറ്റും. അതുകൊണ്ട് മാങ്ങ ഏകദേശം കഴിഞ്ഞു. ഇതൊന്നല്ല മാങ്ങ അടിയിൽ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല മാങ്ങ ഉണ്ടായിരുന്നു, ഒക്കെ വീണതാണ്. പഴുത്തു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ വവ്വാലിന്റെ ശല്യമൊക്കെ കുറവാണ്. പക്ഷെ മാങ്ങ പഴുത്തിട്ട് ഇപ്പോഴും കൂടുതൽ മാങ്ങ ഉള്ളതുകൊണ്ട് ആർക്കും മാങ്ങ വേണ്ട. അപ്പൊ സായുജയാണ് വലിയ മരമായതുകൊണ്ട് സായുജ കയറുന്നത്. കുലുക്കി ചാടിക്കാണ്, നിലത്തിടാന്നല്ല പറിക്കുന്നത്. അപ്പൊ അച്ചാർ ഇടണം. ഈ പക്ഷെ അച്ചാറും ഇട്ടിട്ടില്ല മാങ്ങ. നമ്മൾ കണ്ണിമാങ്ങ മാത്രമേ അച്ചാർ ഇട്ടിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ പറിക്കാനായിട്ട് പോവാണ്. സായുജ കയറല്ലേ. നല്ല വണ്ണുള്ള മാവായതുകൊണ്ട് സായുജ അടിയിൽ കോണി വെച്ചിട്ടുണ്ട്. കോണി വെച്ച ശേഷം ഇതിന്റെ പകുതി ഭാഗം വരെ കയറാം. പകുതിയല്ല, ഒരു താഴ്ന്ന് കമ്പുള്ള ഭാഗം വരെ കയറാം. അവിടുന്ന് അവന് കയറി നേരെ മരത്തിൽ പോയിക്കോളും. കയറിക്കോ. ഇതിന്റെ അടിഭാഗം കണ്ടില്ലേ, ഇതൊക്കെ മാങ്ങ പഴുത്ത് വീണതാണ്. ഇഷ്ടം പോലെ ഉണ്ട്. ഒക്കെ ചീഞ്ഞു പോയി. പ്രാവശ്യം മാങ്ങ കൂടുതൽ. പിന്നെ കോമാങ്ങ പഴുത്ത് കഴിഞ്ഞാൽ ആരും അങ്ങനെ കഴിക്കും. പഴുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ ചെത്തിയിട്ട് കുരുമുളകൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പക്ഷെ ഭയങ്കര പെട്ടെന്ന് തന്നെ അലിത്തു പോകുന്നൊരു മാങ്ങയാണ് കോമാങ്ങ പഴുത്താൽ. സായുജ് മോൾ ഭാഗത്ത് കയറി എത്തിയിട്ടുണ്ട്. അവൻ ആദ്യം പോകുന്നത് ആ വലിയ കൊമ്പിലോട്ടാണ്. ഇവിടെ താഴെ കുറച്ച് മാങ്ങണ്ട, അത് ഇറങ്ങുന്ന സമയത്ത് പറിക്കാന്ന് പറഞ്ഞു. അത്യാവശ്യം നല്ല വണ്ണുള്ള മാവാണ്. മാവിൽ വർഷങ്ങളായിട്ടുള്ള ഒരു കോമാവിന്റെ മരമാണ്. അച്ചാറിടാനും തുറമാങ്ങ ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലത് കോമാങ്ങയാണ്. കഴിക്കുന്നതിലും ഇത് ഇങ്ങനത്തെ സംഭവത്തിനൊക്കെ നമുക്ക് അച്ചാറിടാനൊക്കെ ഏറ്റവും നല്ല എല്ലാവരും ഉപയോഗിക്കുന്നത്. പക്ഷെ ഇപ്രാവശ്യം മഴ തുടക്കത്തിൽ മെയ് മാസമൊക്കെ നല്ല മഴ കാരണം നമുക്കിത് തുറമാങ്ങ ഉണ്ടാക്കാനോ അച്ചാർ ഇടാൻ വേണ്ടി പറിക്കാൻ കയറാനൊന്നും പറ്റിയില്ല. ഇതൊക്കെ കയറണമെങ്കിൽ വലിയ മരം ആയതുകൊണ്ട് മഴ മാറി നിൽക്കണം. ഇപ്പൊ ഒരു ഗ്യാപ്പ് കിട്ടിയതുകൊണ്ടാണ് ഇതുവരെ കയറുന്നത്. കുലുക്കി ചാടിക്കുകയാണ് കേട്ടോ, അല്ലാതെ ഓരോരോന്നായിട്ട് പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ നിലത്തിടുന്നു വേണം, നമ്മളെന്താ അച്ചാറൊക്കെ ചെത്തിയിട്ടല്ലേ ഇടുന്നത്. ഓരോ കമ്പ് നോക്കിയിട്ട് കുലുക്കിയിടും കേട്ടോ. ഓരോ ഭാഗം തീർത്തു പോരും. മാങ്ങ കുറവാണ്. ഇത്രയും നിലത്തെ എല്ലാം മാങ്ങ കിടക്കുന്നത് താഴെയാണ്. അതും ചീഞ്ഞ കിടക്കുന്നത്. പഴുത്തിട്ട് ആവശ്യത്തിനൊക്കെ ഞങ്ങൾ പെറുക്കി കൊണ്ടുപോയി. പിന്നെ ആർക്കും വേണ്ട ഈ വർഷം. കുലുക്കി ആയിച്ച് പഴുത്തൊരു മാങ്ങ കഴിക്കുന്നത്. പഴുത്ത് കിട്ടിയതാ. കൂടുതലും പഴുത്തതായിരിക്കും. പച്ചയും ചെനപ്പുള്ളതും കുറവായിരിക്കും. എന്നാലും ചെനപ്പായാലും മതി നമുക്ക് അച്ചാറിടാനൊക്കെ. ചെനപ്പായാലും ഒന്നും കൂടെ ടേസ്റ്റ് കൂടും. ചെറുതായി മധുരം വെച്ചിട്ടുണ്ടാവും. എന്നാ കുലുക്കടാ. എന്താ മഴക്കാർ, നല്ല മഴക്കാറുണ്ട്. അതിന് മുന്നേ, മഴ പെയ്യുന്നതിന് മുന്നൊക്കെ മാങ്ങന്റെ പരിപാടി തീർക്കണം. കുലിക്കോ. അതാ മാങ്ങ ഇങ്ങനെ വീഴുന്നുണ്ട്. അത്യാവശ്യം പഴുത്തതൊക്കെയാണ് ആദ്യം വീഴുന്നുണ്ട്. നല്ല വീഴുന്നുണ്ട്. കുലിക്കോ. അത്യാവശ്യം താഴേക്ക് മാങ്ങകൾ ഇങ്ങനെ നന്ന തെറിച്ച് വീഴുന്നുണ്ടല്ലോ. പിന്നെ ചപ്പലായതുകൊണ്ട്, നമ്മൾ കാപ്പിത്തോട്ടായതുകൊണ്ട് അങ്ങനെ പൊട്ടു വരില്ല. നല്ല കാപ്പിയുടെ കരിയിലൊക്കെ നല്ല വീണ് കിടക്കുന്നുണ്ട് താഴെ ഭാഗത്ത്. ഇവിടെയൊക്കെ വീഴുന്നുണ്ടേ. കുലിക്കോ. അത്യാവശ്യം വീഴുന്നുണ്ട്. കുലുക്ക് വീഴുന്നുണ്ട്. കറക്റ്റായിട്ട് ഒരു സ്പോട്ടിലല്ലേ വീഴുന്നത്, അതുകൊണ്ട് തെറിച്ചു പോകുന്നുണ്ടല്ലോ. അതാ എന്തായാലും പെറുക്കി കൂട്ടണം. എല്ലാ ഭാഗത്തോടും തെറിച്ച് വീഴുന്നുണ്ട്. അപ്പം പുതിയ വീണ് നമുക്ക് ഇങ്ങനെ തന്നെ നല്ല ചൊനായിട്ട് തന്നെ കാണാം. അത് പെറുക്കിയെടുക്കാൻ സുഖം. മറ്റേത് ഇവിടെ നല്ലത് പിന്നെ പഴുത്തതും കേടായതും എല്ലാം മിക്സ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷെ പുതിയത് ഇറക്കി നമുക്ക് പുതിയ ചൊന വരുന്നത് കാണാം. കുലുക്കിയിട്ട് മാങ്ങ എല്ലാ ഭാഗത്തും വീണിട്ടുണ്ട്. ഒക്കെ പെറുക്കി കൂട്ടണം. അതൊക്കെ പഴുത്തതാണ്. ഓമാങ്ങ ഇങ്ങനെ പഴുത്ത് വീണാൽ രസം. എന്താ വെച്ചാൽ കൂടുതൽ പഴുത്ത് കഴിഞ്ഞാൽ അഴുത്തു. ഇത് അത്യാവശ്യം നല്ല ഉറപ്പുണ്ട്, നല്ല മധുരമുണ്ട്. സൂപ്പറാ. അപ്പം ഞാനല്ല കുറെ പഴുത്തം കിട്ടും, പക്ഷെ ഒന്നും പൊട്ടിയിട്ടില്ല. ഒറ്റ മാങ്ങയും പൊട്ടിയില്ല. നല്ല ചപ്പിൽ വന്ന് വീഴുന്നോണ്ട് ഒന്നും പൊട്ടൂല. അത്യാവശ്യം നല്ല കാപ്പിന്റെ കരിയിലുണ്ട്. കാപ്പി നല്ല ഇല കൊഴിഞ്ഞ് പുതിയ തെളുപ്പ് വന്നുകൊണ്ട് പഴയ ഇലയൊക്കെ കൊഴിഞ്ഞ് നല്ല ചപ്പ. എല്ലാം പെറുക്കി കൂട്ടുക. അത് ഈ ഭാഗത്തോട്ടാണ് കുളിക്കാനുള്ളത്. അതൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കുളിക്കും. ഇപ്പൊ സായുജ് നിൽക്കുന്നത് അത്യാവശ്യം നല്ല മാങ്ങുള്ള സ്ഥലത്താണ്. ആ ഭാഗത്ത് നിന്ന് കുളിക്കാൻ കൂടുതൽ മാങ്ങ കിട്ടും. കുളിക്കോ. അത്യാവശ്യം നല്ലതാ. താഴെ നല്ല കൂടുതലായിട്ട് വീഴുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല മാങ്ങ ഉള്ളതായിരുന്നു. നല്ല കുളിക്കടാ. നല്ല കുളിക്ക്. അത്യാവശ്യം മാങ്ങ വീഴുന്നുണ്ട്. ചറ പറ വീഴുന്നുണ്ട്.
തെറിച്ചാലും അധികം ദൂരത്തും തെറിച്ചു പോകുന്നില്ല. അതിൽ ഇപ്പുറത്തെ കൊമ്പുണ്ട്, അതിലുണ്ട്, അല്ലാതെ എടുക്കൂലിക്ക്. ആ അതന്നെ, ആ അതന്നെ. അവിടെ ഉള്ള എല്ലാം ഒന്ന് അത്യാവശ്യം കുലുക്കിക്കട്ടെ. അതിലാ കുറച്ച് മാങ്ങ ഉള്ളത് ആ ഭാഗത്താ. ആ ആ സായിജ് ഇപ്പൊ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഉള്ള കുലുക്കി ചാടിക്കാൻ കൈയായിട്ട് പറ്റുന്നൊക്കെ പറിച്ചിടുന്നുണ്ട്. അത്യാവശ്യത്തിന് മാങ്ങ ആയിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ താഴെയുള്ളതും കൂടെ കുലിക്കാൻ ഇറങ്ങുവനി. രണ്ട് മാങ്ങ കൂടെ ഉണ്ടോ? വീഴുന്നില്ല, ഇല്ല. ആ വീണ് വീണ് വീഴ്ത്തി വേണം, വീഴ്ത്തിട്ട് അവൻ അടങ്ങൂല. അവിടെയൊക്കെ ഉണ്ട്. ഇത് കയറുമ്പോ തന്നെ നമ്മൾ കണ്ട മാങ്ങ. ഇപ്പൊ ഇറങ്ങുമ്പോ പറിക്കാന്ന് വെച്ചാൽ അങ്ങനെ നിർത്തിയാണ്. അപ്പൊ കഴിഞ്ഞ ഏകദേശം മാങ്ങ ആയിട്ടുണ്ട്. മാവിൽ ഇനി കുറച്ച് മാങ്ങ കൂടെ ഉള്ളൂ. നമുക്ക് കുറച്ചൊക്കെ പഴുത്തതൊക്കെ കിട്ടും. 2 ആഴ്ച കൊണ്ട് ഏകദേശം മാങ്ങയൊക്കെ തീരും. അതുവരെ പഴുക്കാനുള്ള മാങ്ങ കൂടെ മാവിലുള്ളൂ. ഇപ്പൊ സായുജ് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ പെറുക്കിയെടുക്കണം. അത്യാവശ്യം മാങ്ങ ഫുള്ളായിട്ട് തെറിച്ച് വീണ് കിടക്കുക. പെറുക്കില്ലടാ, ഇതൊക്കെ അത്യാവശ്യം എല്ലായിടത്തും മാങ്ങ കിടക്കുന്നുണ്ട്. അതില് പഴയ വീണ മാങ്ങയുണ്ട്, ഇതുണ്ടല്ലേ വീണ്ടും പൊട്ടിയതാണ്. ഇതുപോലെ ചെനപ്പുണ്ടാവും. ചെനപ്പുള്ളതൊക്കെ നല്ല ടേസ്റ്റ്. ഇതിപ്പം മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ടാവും. ആ ചെറുതായിട്ട് മധുരം ഉണ്ട്. അപ്പൊ ഇതൊക്കെ അച്ചാറിട്ട നല്ല ടേസ്റ്റ് ഉണ്ട്. ചെനച്ച മാങ്ങ അച്ചാറിട്ടാൽ നല്ല രുചിയുണ്ട്. അതിൽ കുറച്ച് മധുരം കയറി വന്നുകൊണ്ട് തുറമാനയ്ക്കും പറ്റും. എന്നാൽ തുറമാനയ്ക്ക് കുറച്ചുകൂടെ പച്ച ഉള്ളതാണ് നല്ലത്. ചെനപ്പിനെക്കാട്ടും ഇത് പച്ചപ്പുള്ളതാണല്ലോ. എല്ലാം പെറുക്കി കൂട്ടണം. ഇപ്പൊ പെറുക്കിയെടുക്കുന്നതിൽ പഴുത്തതുണ്ട്, പച്ചയൊക്കെ മിക്സ് ആണ്. ലാസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ ഒരുമിച്ചിട്ടിട്ട് പഴുത്തേന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ അച്ചാറിന് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ പൊട്ടിയത് നമുക്ക് അച്ചാറിന് എടുക്കാം. ഒക്കെ ചെനച്ചിട്ടുണ്ട്. പച്ച കാണൽ കുറവാ. വിഭാഗം വെള്ള നിറം വരണം, അത് കുറവായിരിക്കും. ഒക്കെ മഞ്ഞ, ലൈറ്റ് മഞ്ഞ നിറം വന്നിട്ടുണ്ട് ചെനച്ചിട്ട്. അപ്പൊ എല്ലായിടത്തും ഇട്ടിട്ട് മാങ്ങ അത്യാവശ്യം തെറിച്ച് വീണിട്ടുണ്ട്. എല്ലാം മിക്സ് ചെയ്തിട്ട് കേട്ടോ. പഴുത്തയും പച്ചയൊക്കെ ഇടാം. അല്ല തെരഞ്ഞെടുക്കൽ നടക്കൂല, അത്രയും മാങ്ങ ഉണ്ട്. നമ്മൾ വീണെടുക്കുന്ന മാങ്ങയ്ക്ക് ഇതുവരെ പെറുക്കി കൂട്ടുകയാണ്. ലാസ്റ്റ് എടുക്കാം. മറ്റേ ഓരോ വട്ടം എടുക്കുന്ന അവിടെ കൊണ്ടിടാൻ ടൈം പോവും. അപ്പം ഓരോ ഭാഗത്ത് ഇതുവരെ കൂട്ടി വെച്ചിട്ട് ആ കൂട്ടങ്ങൾ ലാസ്റ്റ് എടുത്താൽ മതി. സായിജ് അപ്പുറത്ത് കൂട്ടി വെക്കുന്നുണ്ട്. ഞാൻ ഈ ഭാഗത്തൊക്കെ വീണത് ഇവിടെ കൂട്ടി വെക്കുക. വെയിലൊക്കെ മാറി ഇപ്പൊ മഴ തുടങ്ങുന്നുണ്ട്. അപ്പൊ മഴന്റെ മുന്നേ ഇതൊക്കെ പെറുക്കിയെടുത്ത് തീർക്കണം. പൊട്ടിയതൊക്കെ നമുക്ക് ഇന്ന് തന്നെ അച്ചാറിടണം. പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് കേട് വന്ന് തുടങ്ങും. നല്ല ചെനച്ചതായതുകൊണ്ട് പൊട്ടിക്കഴിഞ്ഞാൽ അധികം നിൽക്കൂല. അച്ചാറിന് ഇത് കോമാങ്ങയുടെ പ്രത്യേകത തൊലിക്ക് നല്ല കട്ടിയാണ്. അതുകൊണ്ട് അച്ചാറിട്ടാലൊക്കെ നല്ല ടേസ്റ്റ് ആണ്. തൊലി കൂട്ടി തന്നെ ചെത്തിയിട്ടും അച്ചാറിടാം. തൊലി കൂട്ടിയാണ് ഉമ്മയൊക്കെ അച്ചാറിടാൻ നല്ല ടേസ്റ്റാണ്. ആ സമയത്ത് നല്ല തൊലി കട്ടിയുള്ളതുകൊണ്ട് നമ്മൾ പെറുക്കിയെടുക്കുന്നതിൽ പകുതി പച്ചയും പകുതി പഴുപ്പാണ്. അതൊക്കെ നല്ല പഴുത്താണ്. എന്താ ടേസ്റ്റ്, നല്ല മധുരമുണ്ട്. അപ്പൊ ഇടയ്ക്കൊന്ന് തിന്നാൻ പോകും. നമ്മൾ അത്രയും പഴുത്തത് നെക്കിയെടുക്കുമ്പോഴേ ഏകദേശം അത്യാവശ്യം പെറുക്കിയെടുത്തത് തന്നെ പകുതിയും തന്നെ അറിയാം. പകുതി ചെനപ്പായതും പകുതി നല്ല പഴുത്താണ്. അപ്പം അച്ചാറൊക്കെ ഇടുന്നതിന് പെട്ടെന്ന് ഇടുന്നതിൽ ആ മാങ്ങ പഴുത്തു പോകും. കുറേ പഴുത്തുണ്ട്. നിങ്ങൾ മിക്സ് ചെയ്താണ് ഇപ്പൊ പെറുക്കുന്നത്. പഴുത്ത് മാറ്റി വെക്കുന്നില്ല. അങ്ങനെ തെരഞ്ഞ ടൈം പോവും. നല്ല കളറും ഉണ്ട് മാങ്ങ. ഉൾഭാഗം കണ്ടില്ല, നല്ല കളറുണ്ട്. പക്ഷെ വാവലിന്റെ ശല്യം കുറവാ. ഇതിങ്ങനെ ഫുൾ അണ്ടിയായിരിക്കും ഇതിന്റെ ചോട്ട്. വവ്വാൽ എന്താ പറയുക, എല്ലായിടത്തും മാങ്ങ ഉള്ളതുകൊണ്ടായിരിക്കണം ഇപ്രാവശ്യം വവ്വാൽ കുറവാണ്. ഞങ്ങളുടെ വയനാട്ടിലൊക്കെ ഇപ്രാവശ്യം ഇനിയും പൂക്കാത്ത മാവില്ല എന്ന് തന്നെ പറയാം. അത്രയും മാങ്ങ പൂത്തുന്നത്. അതുകൊണ്ടാണ് ഇതിന്റെ അടിയിൽ ഇങ്ങനെ കിടക്കുന്നത്. മറ്റേത് മാങ്ങ കുറവാണെങ്കിൽ എല്ലാവരും വന്ന് പെറുക്കി പോകും. എല്ലാവർക്കും മടുത്തുപോയി മാങ്ങ, അതുകൊണ്ടാണ്. പക്ഷെ 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഇനി മാങ്ങയ്ക്ക് വലിയ ഡിമാൻഡ് വരാൻ പോവാണ്. എല്ലായിടത്തും മാങ്ങ കഴിയും ചെയ്യും. അപ്പൊ നമ്മളിതുപോലെ പെറുക്കി കൂട്ടിയൊക്കെ കൊട്ടയിൽ നിറയ്ക്കുകയാണ്. ഇനി ഒരു ബോക്സിലേക്ക് കൊണ്ടുവരണം. നമ്മൾ വലിയൊരു ബോക്സ് എടുത്തിട്ടുണ്ട്. മീൻ പെട്ടി പോലത്തെ വലിയ ബോക്സ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കൊണ്ടുപോയിട്ട് എല്ലാം ഉണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. സായുജാണ് പെറുക്കി കൂട്ടുന്നുണ്ട്. അപ്പൊ ആയതൊക്കെ ഒരു വേഗം കൊട്ടയ്ക്ക് പെറുക്കിയിടുക. പഴുത്തത് പച്ച ചെനപ്പ് എല്ലാം മിക്സാ. ഇത് തെരഞ്ഞെടുക്കൊക്കെ അച്ചാറിടുന്ന സമയത്ത് ഇനി എന്ന് നോക്കിയെടുത്തോളൂ. അതൊക്കെ നല്ല പഴുത്തിട്ട് നല്ല ചുവപ്പ് നിറമായിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാവും കോമാങ്ങ. ഇവിടെ ഇങ്ങനെ ചുവന്ന് വരും. നെറ്റിന്റെ ചുറ്റും നല്ല റെഡ് പോലെ ഒരു നിറം വരും പഴുത്ത് കഴിഞ്ഞാൽ. പെട്ടെന്ന് തന്നെ ഈ പഴുത്തത് മാറ്റത് അടിയിൽ പെട്ടുപോയാൽ ചീഞ്ഞും പോവും. മൊത്തത്തിൽ ബോക്സിൽ കൊണ്ടിടുന്നോണ്ട് ഇതായി ഭാഗത്തുണ്ട് ഒരു കൂട്ടം. ഇതിലോട്ട് സായിച്ച് പെറുക്കി കൂട്ടുന്നുണ്ട് ബാക്കി.
കുറേ സ്ഥലത്ത് ചെറിയ ചെറിയ കൂട്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിതൊരാഴ്ച മുന്നൊക്കെ പറിക്കണായിരുന്നു. എന്നാൽ കുറച്ചുകൂടെ പച്ച കിട്ടുമായിരുന്നു, ഇത്ര പഴുത്തതില്ലായിരുന്നു. പക്ഷെ മഴ കാരണമാണ് മരത്തിൽ കയറാനൊന്നും പറ്റിയില്ല. പിന്നെ തുറമാങ്ങ ഈ വർഷം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചായിരുന്നു. 2 ദിവസം വെയിൽ കിട്ടിയപ്പോൾ ചെറിയ പ്രതീക്ഷ ഉണ്ട്. ഒന്ന് വാടി കിട്ടിയാൽ പിന്നെ നമുക്ക് അടുപ്പിന്റെ സൈഡിലൊക്കെ വെച്ച് മാങ്ങ ഉണക്കിയെടുക്കാം. പക്ഷെ ഒന്ന് വാടുന്ന വരെ 3-4 വെയിൽ നല്ല കിട്ടണം. ഇന്നലെ പെരുന്നാളൊക്കെ ആയിപ്പോയി. എനിക്ക് ഇന്നലെ പറിച്ചാതിരുന്നത്. ഇപ്പൊ വെയിൽ മഴ ചൊവ്വാഴ്ചയൊക്കെ വരുമ്പോഴത്തേക്ക് മഴ പിടിക്കുന്നു പറയുന്നത് വീണ്ടും. അപ്പം എന്തായാലും പറ്റുന്നത് കുറച്ച് ചെത്തി വരുന്നത്. തുറമാക്കി കൂടുതൽ ചെത്തുന്നില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. പിന്നെ നമ്മൾ ഡ്രയറിലൊക്കെ വെച്ച് ഉണക്കണം, അല്ലാതെ ഉണങ്ങി കിട്ടൂല. ഓരോ കൊട്ടായിട്ട് നമ്മളെ ബോക്സ് ഏകദേശം ഫുള്ളായി. ഇനി മാങ്ങ കുറെ ഇടാനുണ്ട്. കുറച്ചും കൂടെ ഇട്ടാൽ നമ്മളെ ബോക്സ് ഫുള്ളാവും. ബോക്സ് ഫുള്ളായിട്ട് സാധിച്ചാൽ ബാക്കി ചാക്കിലിടേണ്ടി വരും. ഈ ട്രോളി വന്നിട്ട് അതിലോട്ട് ഇട്ടുണ്ടോ. ഏകദേശം എല്ലാം മാങ്ങി പെറുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഒരു ബോക്സ് ഫുള്ളായിട്ടും നമുക്ക് കൊടുക്കുന്ന കൊട്ടയ്ക്ക് ഫുള്ളായിട്ട് മാങ്ങുണ്ട്. അപ്പൊ ഇത് പിടിച്ചുകൊണ്ടാ ബുദ്ധിമുട്ടാണ്. ട്രോളിയിൽ വെച്ചുകൊണ്ടാ പിടിച്ച വെയിറ്റ് ഉണ്ട് കേട്ടോ. മറ്റേന്ത് ഈ കൊട്ടയിലുള്ള കയ്യിലെടുക്കുക, ട്രോളി തള്ളുവോ? എടുക്കാം, കൊട്ടയിൽ എടുക്കാം. അതാ എന്നാ വരി പോവാ. അതൊന്ന് വീണ് എടുത്തിട്ട് ഇത് വെച്ചോ. വാ അറിയാലിട്ട് ഇവിടെ കട്ടിങ് ഉണ്ടേ. ഇത്രയും മാങ്ങ നമ്മൾ പറിച്ചിട്ടുണ്ട്. ബാക്കി ഇതൊക്കെ കൊണ്ടുവരുന്നത് ഇവിടെ ഇറക്കിയൊക്കെ ഇങ്ങോട്ട് പിടിച്ചോ. അയ്യോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ട്രോളി മതിയോ? അപ്പൊ ഇതിന്ന് നല്ല പഴുത്തതൊക്കെ മാറ്റി വെക്കണം. പഴുത്തതും പച്ച മിക്സ് ചെയ്തിട്ടാണ് ഇതിലൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പൊ പഴുത്തതൊക്കെ മാറ്റിയിട്ട് പച്ചയും ചെനച്ചതൊക്കെ വെച്ചിട്ട് അച്ചാറും തുറമാങ്ങയൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ പെങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് മാങ്ങ അവരൊക്കെ കൊണ്ടുപോകും. പെരുന്നാളായതുകൊണ്ട് പെങ്ങളൊക്കെ വന്നിട്ട് അവരൊക്കെ കൊണ്ടുപോകും. ബാക്കിയുള്ളത് മുഴുവൻ ഉപയോഗിച്ചിട്ട് അച്ചാറും തുറമാങ്ങി ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നതാണ്.